ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിക്രമിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന എന്തോ ഒരു കാര്യം ഉണ്ടായി കാണും. അത് തടയാൻ ശ്രമിക്കുന്നതിനിടയിലാ വർഷയ്ക്കും അച്ചമ്മയ്ക്കും വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. വന്ദനയുടെ സംശയം ശരിയാവാനാണ് സാധ്യത. ഒരു ടൂർ പോയാലോ എന്ന് ആലോചിക്കുക. ടൂറോ? എങ്ങോട്ട്? പാതാളത്തിലോട്ടോ? ശരി സാറേ, അപ്പോ എല്ലാം പറഞ്ഞതുപോലെ നമുക്ക് കാണാം. നമ്മളെന്താ പറഞ്ഞു? ACPക്ക് കാർ, ഇവന് ടൂർ. ഞാനിപ്പോ ഏത് പോകുന്ന ഇപ്പൊ എന്റെ സംശയം. പക്ഷെ എന്തൊരു കഷ്ടം. ബാഗൊന്നും എടുക്കണ്ട, റൂം എടുത്ത ശേഷം മതി. നല്ല റിസോർട്ടാണല്ലോ. സീസൺ അല്ലാത്തോണ്ടേ തിരക്കും കുറവാ. ഈ റിസോർട്ട് കുറച്ചിങ്ങ് അകത്തല്ലേ? നഗരത്തിൽ നിന്നൊക്കെ മാറിക്കിടക്കുന്ന എപ്പോഴും നല്ലത്. ബിസിനസ് മീറ്റിംഗ് ഒക്കെ ഇവിടെ വെച്ച് നടക്കാറുണ്ട്. ഇവിടെ നല്ല ഫുഡ് കിട്ടും. ഫിഷ് ആണ് സ്പെഷ്യൽ. അല്ലെങ്കിലും ഫിഷാണ് നല്ലത്. കടൽ മീന് മാത്രമല്ല, നല്ല അസല് കായൽ മീനും കിട്ടും. ഹരിതേ, ഞാൻ കുറച്ചു നാളായി നല്ല കായൽ മീൻ കൂട്ടിയിട്ട്. ഓർഡർ ചെയ്താൽ മതി, അരമണിക്കൂറിനുള്ളിൽ റൂമിൽ കിട്ടും. എന്താ വേണ്ടേന്ന് വെച്ചാൽ ആവശ്യം പോലെ ഓർഡർ ചെയ്ത് കഴിച്ചോളണം കേട്ടോ. അല്ല, നമ്മൾ റിസോർട്ടിൽ വന്ന എന്തിനാ? നമ്മൾ ഇന്ന് ഇവിടെയാ താമസിക്കുന്നത്. ബാക്കി ടൂറൊക്കെ ഇവരുടെ പാക്കേജാ അല്ലേ വിക്രം? അതെ അതെ. എന്താ എല്ലാവരും നോക്കി നിൽക്കുന്നേ? വാ. മോശം പിടിക്കോരൊന്ന് വന്നു കയറുന്നേ. ഹലോ സർ, എല്ലാവരും റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. സംഗതി ഇതുവരെ അല്ല സക്സസ്. വെരി ഗുഡ്. കിട്ടുന്ന അവസരത്തിൽ അവളെ അങ്ങ് തീർത്തേക്കണം. ആ കുട്ടി പിശാചിനെ, അതിയെ. അത് ഞങ്ങൾ ഏറ്റു സർ. ഒന്നുകിൽ നീന്തൽ കുളത്തില്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്ക്. ആര് സംശയിക്കാത്ത വിധം അവളെ തീർത്തിരിക്കും. എടാ, നീയൊന്നും നീന്താനും ഷോക്ക് എടുപ്പിക്കാനൊന്നും പോകണ്ട. ഒറ്റ കുത്തിന് തീർത്തേക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. എത്ര തുന്നലിട്ടാലും ജീവൻ കിട്ടാത്ത സ്ഥലം നോക്കി കത്തി ഇറക്കണം. എന്നിട്ട് വിളിക്ക. പണം പറഞ്ഞതിന്റെ ഇരട്ടി ഞാൻ തരും. ശരി സർ. ഇനി ആ കുട്ടിപ്പിശാചി ജീവിച്ചിരുന്ന രാഗി അവളെ മകളായിട്ട് വളർത്തും. അതൊരിക്കലും പാടില്ല. വന്ദന, ഈ യാത്ര തുടങ്ങിയിട്ട് ഈ നിമിഷം വരെ വന്ദനയുടെ മുഖം തെളിഞ്ഞിട്ടില്ല. എന്തു പറ്റി? വിക്രമിന്റെ ചെലവിലുള്ള ഒരു വിനോദയാത്ര. അതെനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു.
വർഷം നിർബന്ധിച്ചോണ്ടാ ഞാൻ വന്നത്. വിക്രമിന്റെ ഔദാര്യം എനിക്കും ഇഷ്ടമല്ലെന്നറിയാലോ. ഈ സാഹചര്യത്തില് വർഷയുടെ മനസ്സിനൊരു മാറ്റം ആവശ്യമാണെന്ന് തോന്നി. ഒരർത്ഥത്തില് ഈ ഒരു യാത്ര ആശ്വാസമാകുന്നത് വർഷയ്ക്ക് മാത്രമല്ല, അച്ഛനും അമ്മയ്ക്കും കൂടിയാ. ഇപ്പൊ നടന്ന സംഭവങ്ങളിൽ എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. വർഷയുടെ താലികെട്ട് നടക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ ചില കാഴ്ചകളൊക്കെ കണ്ടതാ. വന്ദനെ, ചിലപ്പോ നമ്മൾ കരുതുന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങള്. വിക്രം വർഷയെ ഉപദ്രവിക്കാൻ വഴിയില്ലല്ലോ. വിക്രമിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന എന്തോ ഒരു കാര്യം ഉണ്ടായി കാണും. അത് തടയാൻ ശ്രമിക്കുന്നതിനിടയിലാ വർഷയ്ക്കും അച്ചമ്മയ്ക്കും വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. വന്ദനയുടെ സംശയം ശരിയാവാനാണ് സാധ്യത. തൽക്കാലം വർഷയിൽ നിന്നും അച്ചമ്മയിൽ നിന്നുമൊക്കെ എല്ലാവരുടെ ശ്രദ്ധ തിരിച്ചുവിടണം. ആ ഉദ്ദേശത്തോടു കൂടിയായിരിക്കും സ്വന്തം കാശ് മുടക്കി അയാൾ ഈ വിനോദയാത്ര സംഘടിപ്പിച്ചത്. അതും ശരിയാണ്. വിക്രമിന്റെ വീട്ടിൽ ചെന്നപ്പോ നിരഞ്ജൻ എന്നൊരു ചെറുപ്പക്കാരൻ അവിടെ കണ്ടിരുന്നു. വിക്രമിന്റെ അടുത്ത സുഹൃത്താണെന്നാ പറഞ്ഞത്. ലക്ഷണം കണ്ടിട്ട് വിക്രമിനേക്കാൾ വലിയ ക്രിമിനലാണ് നിരഞ്ജൻ എന്ന് തോന്നുന്നു. അവന് വീട്ടിൽ തന്നെയാണ് താമസം. നടന്ന സംഭവങ്ങളുമായി ഈ നിരഞ്ജനും ബന്ധമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയായിരിക്കാം. പക്ഷേ വിക്രമിന് ഇപ്പോഴും വർഷയ്ക്ക് വലിയ വിശ്വാസമാണ്. ആ സ്ഥിതിക്ക് നമുക്ക് വെറുതെ സംശയിക്കാന്നല്ലാതെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. വന്ദനമ്മേ, ദേ നോക്കിക്കേ, ഏതോ ഒരു മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും വിവാഹ വാർഷികമാ. വിവാഹ വാർഷിക പരസ്യം കണ്ടപ്പോഴാ ഓർത്തത്, ഇന്ന് അച്ഛന്റെ അമ്മയുടെയും വിവാഹ വാർഷിക. അല്ല, എന്നിട്ട് അവര് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. മനഃപൂർവ്വം പറയാത്തതായിരിക്കും. അച്ഛമ്മയുടെയും വർഷയുടെയും ഈ അവസ്ഥക്കിടയില് ആഘോഷങ്ങളൊന്നും വേണ്ടാന്ന് വെച്ചതായിരിക്കും. അതെന്തായാലും ശരിയല്ല. ദേ, ഈ റിസോർട്ടിൽ വെച്ച് വെഡിങ് ആനിവേഴ്സറി ചടങ്ങ് നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കണം. എന്നാ കേക്ക് മുറിക്കാം. ആ ശരി, കേക്ക് മുറിച്ച് കളയാം. മാനത്തെ കൊട്ടാ